കൊച്ചി പാനങ്ങാട് വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ KCB ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. ലൈൻമാൻ കുഞ്ഞിക്കുട്ടൻ, രോഹിത് എന്നിവർക്കാണ് വീട്ടുകാരന് മർദ്ദനമേറ്റത്. ജെയിനി എന്നയാളാണ് ഇരുവരെയും മർദ്ദിച്ചത്. ബിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ബിൽ കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കാനെത്തി, പക്ഷേ ക്രൂരമായാണ് ഈ വീട്ടുടമ മർദ്ദിച്ചത് എന്ന് മനസ്സിലാകുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? ഇതിനെ തുടർന്ന് എന്തുണ്ടായി? ലക്ഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയ വീടുകളിൽ എത്തി വൈദ്യുതി വിച്ഛേദിക്കണമെന്നൊരു നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈൻമാൻമാരായ കുഞ്ഞിക്കുട്ടനും ഒപ്പം തന്നെ രോഹിത്തും ഈ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഈ സമയം വൈദ്യുതി വിച്ഛേദിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ട് ബഹളമുണ്ടാക്കുകയും യാതൊരു പ്രകോപനങ്ങളും ഇല്ലാതെ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന KCB ജീവനക്കാർക്കൊപ്പം ഉണ്ടായിരുന്നയാൾ പകർത്തുകയായിരുന്നു. വലിയ തോതിൽ തന്നെ രണ്ടുപേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. കുഞ്ഞിക്കുട്ടനും ഒപ്പം തന്നെ രോഹിത്തിനും. ജെയിനി എന്നയാളാണ് ഇരുവരെയും മർദ്ദിച്ചത്. ഇയാളെ പനങ്ങാട് പോലീസ് നേരത്തെ തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം പരാതി വരുന്നപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ കേസെടുത്ത് തുടരന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പനങ്ങാട് ചിറ്റവനപ്പറമ്പ് സ്വദേശിയാണ് ജെയിനി CK എന്നയാൾ. ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെങ്കിലും തുടർ നടപടികൾ എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടും വിച്ഛേദിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രകോപനമായ ആക്രമണത്തിലേക്കും തിരിഞ്ഞത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.